തൃശ്ശൂരിൽ നടന്ന കലിംഗ് സംവാദം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതിൽ സുരേഷ് ഗോപിയും ദേവനും സത്യനന്ദിക്കാടും ഒക്കെയാണ് പങ്കെടുത്തത്. ആ പരിപാടിയിൽ ഒരു വയോധികനായ ഒരു മനുഷ്യൻ, കൊച്ചുവേലായുധൻ എന്നാണ് പേര്, അദ്ദേഹം ഒരു അപേക്ഷയുമായിട്ട് സുരേഷ് ഗോപിയുടെ അടുത്തെത്തി. ശേഷം എന്താ സംഭവിച്ചെന്നത് കണ്ടിട്ടുണ്ട്. സാധു മനുഷ്യനാണ് അല്ലെ? ആ ദൃശ്യങ്ങൾ കാണാം. കൊച്ചുവേലായുധൻ എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ എന്തോ വീട് വയ്ക്കാനോ മറ്റോ ഉള്ള ഒരു നിവേദനമാണ് സുരേഷ് ഗോപിയുടെ കയ്യിൽ കൊടുക്കുന്നു. കയ്യിൽ കൊടുക്കുമ്പോൾ സുരേഷ് ഗോപി നേരെ തിരിച്ചു കൊടുക്കുകയാണ്. ഇതൊന്നും എൻ്റെ പണിയല്ല, ഇത് പഞ്ചായത്തിനോടോ മറ്റോ നിങ്ങൾ പറയുക എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. കലിംഗ് സംവാദം. അപ്പം തൊട്ടപ്പുറത്തൊരു നീല ഉടുപ്പിട്ടൊരു കക്ഷിയുണ്ട്. അപ്പോൾ നീല ഉടുപ്പിട്ട മറ്റൊരു ചേട്ടൻ, ആ ചേട്ടൻ കയ്യിലൊരു അപേക്ഷ കരുതിയിരുന്നു. അപ്പോൾ ഈ കൊച്ചുവേലായുധനോട് സുരേഷ് ഗോപി പ്രതികരിച്ചത് കണ്ടിട്ട് ആ നീല ഉടുപ്പിട്ടയാൾ കയ്യിൽ കൊണ്ടുവന്ന ആ അപേക്ഷാ ഫോം അങ്ങ് മാറ്റിവെച്ചു. കാരണം ഭയന്നുപോയി. കാര്യം പുള്ളി പറഞ്ഞു കഴിഞ്ഞു, ഇതെൻ്റെ തന്നിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഈ എന്താണ് എന്നുള്ളത് പോലും അതിൽ തുറന്നു നോക്കാതെ ചോദിക്കുന്ന സമയത്ത് വീടിന് വേണ്ടിയിട്ടുള്ളൊരു അപേക്ഷയാണ് എന്ന് പറയുന്നു. ഒരു MP എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ജോലിയല്ല വീട് വെച്ച് കൊടുക്കുക എന്നുള്ളത് സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ വിഷയത്തിൽ മറ്റ് സർക്കാർ ഏജൻസികളെയൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യാമല്ലോ. അതിലെ ഒരു പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് അത് കയ്യിൽ വാങ്ങിയത് അതേപോലെ തിരിച്ചു കൊടുക്കുന്നു. തുറന്നുപോലും നോക്കാതെ സുരേഷ് ഗോപി ഇത് തിരിച്ചു കൊടുക്കുകയാണ്. സുരേഷ് ഗോപി തിരിച്ചു കൊടുത്തിട്ട് പറയുന്നത് ഇത് ഒന്നും MP പണിയല്ല, ഇത് പഞ്ചായത്തിലൊക്കെ അപേക്ഷിക്കേണ്ടതാണ് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. ആ മനുഷ്യൻ കുറച്ച് വിഷമത്തോടു കൂടി പിന്നിലേക്ക് പോകുന്നത് കാണാം. നീല ഉടുപ്പിട്ടയാൾ വേറൊരു അപേക്ഷാ ഫോമുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അത് മറ്റൊരു വീക്ഷണത്തിൽ മറ്റൊരു കോണിൽ നോക്കിയാൽ കാണാം, അത് മാറ്റിവെക്കുന്നതും കാണാം. അപ്പോൾ കലിംഗ് സംവാദത്തിനിടയിലാണ് കൊച്ചുവേലായുധൻ വീടിനുള്ളൊരു അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ എന്തായാലും ഈ കൊച്ചുവേലായുധന് വീട് നിർമ്മിച്ച് നൽകുമെന്ന് ഇപ്പോൾ CPM അറിയിച്ചിരിക്കുന്നു. പാർട്ടി തീരുമാനത്തിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചുവേലായുധൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. ഇന്നലെ ഉച്ചതിരിഞ്ഞ് CPM ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഖാദർ കൊച്ചുവേലായുധന്റെ വീട്ടിലെത്തിയാണ് വീട് വെച്ച് നൽകാമെന്ന് അറിയിച്ചത്. ഞങ്ങൾ കൊച്ചുവേലായുധനെ കണ്ടു. കൊച്ചുവേലായുധന്റെ ആ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇത് കൊണ്ട് മകള് തന്നിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ പോയി. അപ്പോൾ അവിടെ ആൽത്തർമ ഇരിക്കാൻ പറഞ്ഞാൽ അവിടെ ഞങ്ങളിരുന്നു. അങ്ങനെ ഇരുന്ന് അപ്പോൾ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കൊടുത്തത് ഇത് എൻ്റെ പണിയല്ല, ഇത് പഞ്ചായത്ത് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞു. ഇത് മേടിച്ചില്ല എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ നിർബന്ധിക്കാൻ പോയി. അങ്ങനെ അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളും ഇത് കൊടുക്കുന്നുണ്ട്, അവനും കൊടുത്തില്ലേ. അപേക്ഷ കൊണ്ട് ചെന്നപ്പോൾ സുരേഷ് ഗോപി സാറ് പറഞ്ഞത് ഇതെൻ്റെ ജോലിയല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ആളൊരു പ്രായമുള്ള ഒരാളല്ലേ, നമ്മളൊരു അപേക്ഷ കൊണ്ട് കൊടുക്കുമ്പോൾ അത് എന്തായാലും അത് മേടിച്ച് വെക്കേണ്ടതായിരുന്നു ആൾക്ക്. അതൊന്നും ചെയ്തില്ല. അത് ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ചാമോളപ്പിൽ പാവം മനുഷ്യനാണ് കൊച്ചുവേലായുധൻ. സ്വന്തമായിട്ട് വീടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ CPM ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ അല്പം സന്തോഷമുണ്ട് അല്ലേ ജെയ്സൺ? അരുൺകുമാർ, തീർച്ചയായും കഴിഞ്ഞ 3 ദിവസങ്ങൾക്ക് മുമ്പാണ് പുള്ളിൽ വെച്ച് 2 സ്ഥലങ്ങളിൽ ഈ കലിംഗ് സംവാദം സംഘടിപ്പിച്ചിരുന്നത്. പുള്ളിൽ നടന്ന സംഭവമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. സുരേഷ് ഗോപി പ്രധാനമായും നിരവധി കാര്യങ്ങൾ അവിടെ പ്രഖ്യാപിക്കുന്നതിനിടയ്ക്ക് ഒരുപാട് അപേക്ഷകൾ ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ വീട് 2 വർഷം മുൻപ് വീടിന് മുകളിൽ തെങ്ങ് വീണ് പാതി തകർന്നു കിടക്കുന്ന വീടാണ്. അതൊന്ന് പുനർനിർമ്മിക്കണം, അതായിരുന്നു പാവം കൊച്ചുവേലായുധൻ അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇതുമായി ഒരു അപേക്ഷ നൽകുന്നു. പക്ഷേ സാമ്പത്തിക സഹായം ആ രീതിയിൽ നൽകാനാവില്ല എന്നതാണ് സുരേഷ് ഗോപിയുടെ വാദം. അതുകൊണ്ട് അത് സ്വീകരിച്ചില്ല. പക്ഷേ അത് വളരെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ആ അപേക്ഷ അവർ തന്നെ പറയുന്നുണ്ട്, അപേക്ഷ ഒന്ന് വാങ്ങിച്ചു വെച്ചിരുന്നെങ്കിൽ നമുക്ക് വേദന ഉണ്ടാകുമ്പോൾ വിഷയമുണ്ടാകുമായിരുന്നില്ല എന്നതാണ്. ആ സമീപനമാണ് കൂടുതൽ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. നടക്കുമോ നടക്കില്ലോ എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വയസ്സായ ഒരാൾ വന്ന് ഒരു അപേക്ഷ നൽകുമ്പോൾ ആ അപേക്ഷ വാങ്ങിച്ചു വെച്ച് ഒരു വളരെ പോസിറ്റീവായ ഒരു സമീപനം സ്വീകരിക്കാമായിരുന്നു. അതില്ലാതിരുന്നതും സങ്കടം ഉണ്ടാവും ആർക്കാണെങ്കിലും. ജനാധിപത്യത്തിലൊരു വാചകമുണ്ട്, നിങ്ങൾ അദൃശ്യരായ മനുഷ്യരെ ദൃശ്യവൽക്കരിക്കുമ്പോഴാണ്, കേൾക്കാത്ത ശബ്ദങ്ങൾ കേൾപ്പിക്കുമ്പോഴാണ് ജനാധിപത്യം പൂർണ്ണതയിലെത്തുക. ഇത് ജനാധിപത്യ ദിനം കൂടിയാണ്. സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ.